പോയപ്പോൾ ആശ്രയമില്ലാതെ ആലംബമില്ലാതെ പാപമാം ചേറ്റിൽ ഞാണ്ടുപോയപ്പോൾ കാൽവരി ക്രൂശിൽ തൻ രക്തം ചിന്തി പാപിയാമെന്നെ വീണ്ടെടുത്തു. കാൽവരി ക്രൂശിൽ തൻ രക്തം ചിന്തി പാപിയാമെന്നെ വീണ്ടെടുത്തു. നീ എന്റെ സങ്കേതമേ, എൻ ജീവിതാശ്രയമേ, ഈ മരുയാത്രയിൽ തളരാതെ എന്നെ എന്നെന്നും നടത്തിടുന്നു. ഈ മരുയാത്രയിൽ തളരാതെ എന്നെ എന്നെന്നും നടത്തിടുന്നു. കൊലോസ് ലേഖന പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം നാം വീണ്ടും ആ പുസ്തകത്തിലേക്ക് കടന്നു വരികയാണ്. ആദ്യത്തെ ചില വാക്യങ്ങൾ വായിച്ചുകൊണ്ട് നമുക്ക് പ്രവേശിക്കാൻ മുമ്പ് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. അത്യുന്നതനും മഹോന്നതനും താൻ മാത്രം അമർത്യതയുള്ളവനും മനുഷ്യർക്കാർക്കും കണ്ടുകൂടാത്തവനും കാണാൻ കഴിയാത്തവനും തേജസ്സിൻ്റെ വിശുദ്ധിയുടെ നിറവിൽ പാരമ്യത്തിൽ സ്വർഗീയ മാലാഖമാർ, കെരൂബുകൾ, സറാഫുകൾ, ദൂതഗണങ്ങൾ ഇവരാൽ ചുറ്റപ്പെട്ട ഒരു പ്രതലത്തിൽ ഉന്നതനായി വേർതിരിക്കുന്നവനായി സകല സ്തുതികൾക്കും ആരാധനകൾക്കും പ്രണാമങ്ങൾക്കും വന്ദനങ്ങൾക്കും കീർത്തനങ്ങൾക്കും ബഹുമാനങ്ങൾക്കും എല്ലാറ്റിനും യോഗ്യനായി വാഴുന്ന പ്രപഞ്ചത്തിൻ്റെ ഉടയവനും ലാക്കും കാരണഭൂതനും സകലത്തെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനും തൻ്റെ നിത്യമായ പദ്ധതി പ്രകാരം സകലത്തെയും നയിക്കുന്നവനും നടത്തുന്നവനുമായി മനുഷ്യനെ തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മെനഞ്ഞെടുക്കുക മാത്രമല്ല, അങ്ങിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ കൈവിട്ട് കളയാതെ അവനെ വീണ്ടെടുക്കാനുള്ള രക്ഷാപദ്ധതി നിത്യതയിൽ വെച്ചനെ വിഭാവനം ചെയ്യുകയും കാലത്തിൻ്റെ പൂർണ്ണതയിൽ സ്വന്തം പുത്രനെ ഭൂമിയിലേക്ക് അയച്ചുകൊണ്ട് ആ സ്വർഗീയമായ രക്ഷാപദ്ധതി കാൽവരി ക്രൂശിൽ നിവർത്തിക്കുകയും ആ നിവർത്തിച്ച രക്ഷാപദ്ധതിയുടെ സന്ദേശം, ആ സദ്വാർത്ത ലോകമെങ്ങും വിളംബരം ചെയ്യുവാൻ ഞങ്ങളുടെ ദാസന്മാരെ നയിക്കുകയും അവരിലൂടെ പരിശുദ്ധാത്മാവായി ദൈവം പ്രവർത്തിച്ച് ഒരു ജനത്തെ വിളിച്ച് വേർതിരിച്ച് അങ്ങയ്ക്ക് വേണ്ടി ക്രമീകരിച്ച് ഒരുക്കിക്കൊണ്ടിരിക്കുന്ന സ്നേഹത്തിനായിട്ട് നാം നിത്യത ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഞങ്ങളുടെ മക്കളുടെ യാത്രയിൽ ഈ ഭൂമിയിലുള്ള ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ പാതകൾ ക്രമീകരിക്കാൻ, ലക്ഷ്യങ്ങൾ ക്രമീകരിക്കാൻ നൽകി തന്നിരിക്കുന്ന വിശുദ്ധ വചനത്തിനായി, വചനത്തിൻ്റെ പരിജ്ഞാനത്തിനായിട്ട് നന്ദി. ആ പരിജ്ഞാനം പ്രാപിച്ച് ലക്ഷ്യത്തിലേക്ക് തന്നെ ഞങ്ങൾ യാത്ര ചെയ്യുവാൻ അനുദിനം ഞങ്ങളെ സഹായിക്കണം. ദിനവും അവിടെ വചനത്തിൻ്റെ തണലിൽ ഇരുന്ന് ജീവിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണം. ഇന്നത്തെ ദിവസവും കൊലോസ് ലേഖനത്തിൻ്റെ പഠനത്തിൽ നിങ്ങൾ പ്രവേശിക്കുമ്പോൾ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ദൈവികത്വത്തിന് മുൻസ്ഥാനം നൽകിക്കൊണ്ടുള്ള ദൈവികമായ വെളിപാടുകൾ അടങ്ങുന്ന ഈ പുസ്തകത്തെ ഞങ്ങൾ അല്പമായിട്ട് പരിശോധിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലും കർത്താവ് യേശു എത്രത്തോളം ഔന്നിത്യത്തിലാണ് ഇരുത്തേണ്ടത് എന്നുള്ള തിരിച്ചറിവ് ഞങ്ങൾക്കുണ്ടാകുവാൻ സഹായിക്കണം. കേൾക്കുന്ന വചനം നഷ്ടപ്പെടുത്തി കളയാതെ, ആ വചനത്തിലൂടെ ലഭിക്കുന്ന കൃപ വ്യർത്ഥമാക്കാതെ ഞങ്ങളുടെ ജീവിതത്തിൽ, അങ്ങോട്ടുള്ള ബന്ധത്തിൽ, ആത്മീകമായി ഞങ്ങളുടെ ഫലപ്രാപ്തിയുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ ഇടവരുത്തണം. പലയിടത്തായി ഇന്ന് ഞങ്ങളോടൊപ്പം ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഒരായിരിക്കുന്ന അവസ്ഥയോടുകൂടി തന്നെ അങ്ങിലേക്ക് ഏൽപ്പിക്കുകയാണ്. അവിടെ അവസ്ഥകൾ എന്തു തന്നെയായാലും, ശാരീരികവും മാനസികവും ആത്മീയവും സാമൂഹികവും വിദ്യാഭ്യാസപരവും യുക്തിപരവുമായ ഏത് അവസ്ഥയിലായിരുന്നാലും ആ അവസ്ഥകളിലെല്ലാം ഒരു നേടുന്ന പ്രതിബന്ധങ്ങൾ അത് പരിഹരിക്കുവാൻ അങ്ങ് മതിയായവനാണ്. അങ്ങേ പൂർണ്ണഹൃദയത്തോടെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയും ലജ്ജിക്കുവാൻ അങ്ങ് ഇടവരുത്തില്ല. അതുകൊണ്ട് എല്ലാവരെയും അങ്ങിലേക്ക് ഏൽപ്പിക്കുന്നു. തളർന്നു പോകാതെ അങ്ങയുടെ മുഖത്തേക്ക് മാത്രം നോക്കിക്കൊണ്ട് ജീവിക്കാൻ എല്ലാവരും സഹായിക്കണം. ഈ പഠനം അങ്ങയുടെ മഹത്വത്തിന് കാരണമാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാവരെയും ഏൽപ്പിക്കുന്നു, സഹായിക്കണം. ക്രിസ്തു യേശു മുഖാന്തരം അപേക്ഷിക്കുന്ന പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ഇപ്പോൾ കൊലോസ് ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മൾ ഇതിനകം തന്നെ കണ്ടു, സുവിശേഷത്തിൻ്റെ സത്യവചനം എന്നാണ് അതിൻ്റെ 3-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പരാമർശിച്ചത്. സുവിശേഷം സത്യവചനമാണ്. ആ പ്രയോഗം തന്നെ വളരെ ഗംഭീരമാണ്. സുവിശേഷത്തിൻ്റെ സത്യവചനം.
അപ്പോൾ സുവിശേഷം എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഇതാണ്: യുദ്ധക്കളത്തിലെ വിജയം പ്രഘോഷിക്കുക. യുദ്ധക്കളത്തിൽ, പോർക്കളത്തിൽ ഒരു വിജയം നേടുകയും ആ വിജയം പ്രഘോഷിക്കുകയും ചെയ്യുക എന്ന അർത്ഥമാണ് ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗുഡ് ന്യൂസ്, പ്രൊക്ലൈമിങ്, ഹെറോൾഡിങ് ദ ഗുഡ് ന്യൂസ്. അപ്പോൾ പിശാചിന്റെ മേൽ ക്രിസ്തു നേടിയ വിജയത്തിന്റെ വാർത്ത, പിശാചിന്റെ മേൽ മാത്രമല്ല മരണത്തിന്റെയും പാപത്തിന്റെയും മേലും കർത്താവ് യേശു ക്രിസ്തു നേടിയ ആ വിജയത്തിന്റെ വാർത്ത വിളിച്ചു പറയുന്ന ദൗത്യമാണ് സുവിശേഷം എന്നുള്ളത്. ഒരു ദൈവ പൈതൽ സുവിശേഷത്തിനെ നിർവഹിക്കേണ്ട 8 കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ പാഠങ്ങളിൽ പഠിക്കുകയുണ്ടായി. അതിലേക്ക് നമ്മൾ തിരിച്ചു പോകുന്നില്ല. ഒരു കാര്യം നമ്മൾ പ്രത്യേകമായി എടുത്തു പറഞ്ഞു. ഈ അധ്യായത്തിന്റെ 3-ാം വാക്യം, 6-ാം വാക്യം, 9-ാം വാക്യം, 23-ാം വാക്യം, ഈ 4 വാക്യങ്ങളിൽ 3, 6, 9, 23 ഈ വാക്യങ്ങളിൽ കാണാൻ കഴിയുന്ന ഒരു പ്രയോഗമുണ്ട്: നിങ്ങൾ കേട്ടതാണ്. 6-ാം വാക്യത്തിലും കാണാം നിങ്ങൾ കേട്ടിട്ട്, കേട്ടറിഞ്ഞ നാൾ മുതൽ. 9-ാമത്തെ വാക്യത്തിലും കാണാം ഞങ്ങളത് കേട്ട നാൾ മുതൽ. 23-ാം വാക്യത്തിലും കാണാം നിങ്ങൾ കേട്ടുമിരിക്കുന്ന സുവിശേഷം. അപ്പൊ സുവിശേഷം കേൾക്കണം. കൊലോസിലുള്ളവർ അത് കേട്ടു. ഒരു കസേരയിൽ ഇരുന്നുവെന്നല്ല, ഒരു ക്ലാസ് മുറിയിൽ ഇരുന്നുവെന്നല്ല, ഒരു പുൽപ്പുറത്ത് ഇരുന്നുവെന്നല്ല, അവർ കേട്ടു. ദൈവം അവരോട് പറയുന്നത് അവർ കേട്ടു. മാത്രമല്ല 6-ാം വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ സർവ്വലോകത്തിലും എന്നതുപോലെ നിങ്ങളുടെ അടുക്കലെത്തി. ഇറ്റ്സ് എ യൂണിവേഴ്സൽ ഗോസ്പൽ, നോട്ട് ഓൺലി എ പ്രീച്ച്ഡ് ഗോസ്പൽ. ഇത് പ്രസംഗിക്കപ്പെട്ട, അറിയിക്കപ്പെട്ട സുവിശേഷം മാത്രമല്ല, ഇത് സാർവലൗകികമായ സുവിശേഷമാണ്. സുവിശേഷം അറിയിക്കപ്പെടാനുള്ളതാണ്, നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒതുക്കി വയ്ക്കാനുള്ളതല്ല. ഇറ്റ് ഷുഡ് ബി പ്രീച്ച്ഡ്. ഇപ്പൊ സുവിശേഷം ഫലപ്രകടിക്കണമെങ്കിൽ അത് പ്രസംഗിക്കപ്പെടണം. നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ കണ്ടൊരു പ്രധാനപ്പെട്ട തത്വമുണ്ട്: വചനത്തിനകത്ത് ഒരു ആന്തരിക ഊർജമുണ്ട്. ദൈവവചനത്തിൻ്റെ അകത്ത് ഉള്ളിലൊരു ശക്തി അടങ്ങിയിരിക്കുന്നുണ്ട്. ആ ശക്തി നമ്മുടെ ജീവിതത്തിൽ, ആ വചനം നമ്മുടെ ജീവിതത്തിൽ വിതയ്ക്കപ്പെട്ടാൽ അത് വന്നു വീഴുന്ന ഹൃദയങ്ങൾക്ക് രൂപാന്തരവും മാനസാന്തരവും പരിവർത്തനവും മാറ്റവും കൊണ്ടുവരുവാൻ വചനത്തിന് കഴിവുണ്ട്. മനോരമ പത്രത്തിന് കഴിവില്ല, റിപ്പോർട്ടർ ചാനലിന് കഴിവില്ല, ലോകത്തിലെ ഒരു ക്ലാസിക്കൽ കൃതികൾക്കും അതിന് കഴിവില്ല. രാവിലത്തെ ക്ലാസ് നമ്മൾ പറഞ്ഞതുപോലെ അത് ഷേക്സ്പിയർ ആകട്ടെ, ഒഥല്ലയാകട്ടെ, ടോൾസ്റ്റോയ് എഴുതിയ ഗ്രന്ഥമാകട്ടെ, ഇതെല്ലാം പാപികൾ എഴുതുന്ന പുസ്തകങ്ങളാണ്. പാപികളായ മനുഷ്യർ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന്, ഒരു പുസ്തകത്തിന്, അത് വിശ്വോത്തര ക്ലാസിക്കുകളായിക്കൊള്ളട്ടെ, മനുഷ്യനെ അത് സഹായിക്കുന്നില്ല. തിരുവചനം മാത്രമാണ് 2 തിമോത്തിയോസ് 3:16-17 സകല മനുഷ്യർക്കും പ്രയോജനമുള്ളത്. Only scripture is profitable to man. ഒരു പുസ്തകത്തിന് നമ്മുടെ ആത്മീയ ജീവിതത്തെ, ദൈവമായുള്ള ബന്ധത്തെ പരിവർത്തനം ചെയ്യാൻ, മാറ്റുവാനുള്ള ശക്തി അതിലില്ല. പക്ഷെ ദൈവവചനത്തിൽ ഒരു ഇൻവേർഡ് എനർജിയുണ്ട്, ഒരു ആന്തരിക ഊർജമുണ്ട്. അത് നമ്മുടെ ഹൃദയത്തിൽ വീഴാൻ നമ്മൾ അനുവദിച്ചാൽ, അനുകൂലമായ കാലാവസ്ഥ വചനത്തിന് വളരാൻ ലഭിച്ചാൽ, ആ വചനം അത് വീഴുന്ന സ്ഥലത്ത് രൂപാന്തരം കൊണ്ടുവരും. അതാണ് ഇവിടെ പറയുന്നത്. ഇപ്പൊ നിങ്ങളിൽ അത് ഫലം കായ്ച്ചു, സർവ്വലോകത്തിലും എന്ന പോലെ ഫലം കായ്ച്ചു വർദ്ധിച്ചു വരുന്നു. ദൈവം യഥാർത്ഥമായി കേട്ടിട്ടുള്ള ഒരു ജീവിതത്തിൽ ഫലമുണ്ടാകും, പ്രൊഡക്ഷൻ ഉണ്ടാകും. കാരണം റോമലേഖനം 1:16 പൗലോസ് പറഞ്ഞു, സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും ആദ്യ യഹൂദനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാണ്, ദൈവത്തിന്റെ ഡൈനാമിക്സ് ആണ്. ദൈവത്തിന്റെ ശക്തി അടങ്ങുന്ന ഒന്നാണ് വചനം. ആ ശക്തിയാണ് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായി. സമുദ്രത്തിലെ തിരമാലകൾ അടങ്ങട്ടെ എന്ന് പറഞ്ഞപ്പോൾ അടങ്ങി. അത്തിമരം ഉണങ്ങട്ടെ എന്ന് പറഞ്ഞപ്പോൾ അത്തിമരം ഉണങ്ങി. നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും വലിയ ശക്തിയാണ് ദൈവത്തിന്റെ വചനത്തിനുള്ളത്. ഇത് വേറൊരു പുസ്തകമല്ല. ദൈവശാസ്ത്രമായ ഗ്രന്ഥത്തില് അടങ്ങുന്ന ദൈവത്തിന്റെ ശക്തി തന്നെയാണ്. അതാണ് ഇവിടെ പറയുന്നത്. അത് ഒരു ഹൃദയത്തിൽ വീണാൽ, വീഴേണ്ടതുപോലെ വീണാൽ, സ്വീകരിക്കേണ്ടതുപോലെ സ്വീകരിച്ചാൽ, കൈക്കൊള്ളേണ്ടതുപോലെ കൈക്കൊണ്ടാൽ, അതിനെ സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിച്ചാൽ, അതിനെ പരിപാലിക്കേണ്ടതുപോലെ പരിപാലിച്ചാൽ, അതിന് കൊടുക്കേണ്ട പ്രാധാന്യം കൊടുത്താൽ ആ വചനം വെറുതെ പോകില്ല. ആ വചനം വെറുതെ ആ ജീവിതത്തിന് ഒരു അവസ്ഥയും വരാതെ, ഒരു മാറ്റമില്ല, ഇത്രയും ക്ലാസ് കേട്ടിട്ട് ഒരു മാറ്റമില്ലല്ലോ എന്ന് പറയുന്ന പ്രയോഗം തെറ്റാണ്. പറയേണ്ടത്, നിങ്ങൾ ഇതുവരെ ദൈവം ശരിക്ക് കേട്ടിട്ടില്ല, ദൈവം നിങ്ങൾ ഇതുവരെ ശരിയായ രീതിയിൽ ശ്രദ്ധിച്ചിട്ടില്ല, കേട്ടിട്ടില്ല, കേൾക്കാൻ ഹൃദയം തുറന്നിട്ടില്ല. ദൈവനെ കേൾക്കുന്ന ഒരു ഹൃദയത്തിന് രൂപാന്തരം വരാതിരിക്കില്ല. ദൈവം തരുന്ന ഗ്യാരണ്ടിയാണ്. ആകാശമായി ഒഴിഞ്ഞു പോകും. യോഹന്നാൻ 6:61 ക്രിസ്തു പറഞ്ഞു, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന വചനങ്ങൾ ആത്മാവും ജീവനുമാണ്. നിങ്ങൾക്ക് ഒരു ചൈതന്യം, ഒരു അനുഗ്രഹം, ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി വസിക്കട്ടെ. ദൈവം വസിക്കുന്ന ഹൃദയങ്ങൾക്ക്, ജീവിതങ്ങൾക്ക്, കുടുംബങ്ങൾക്ക് ഒരു ഐശ്വര്യം ദൈവം ഗ്യാരണ്ടി ചെയ്യുകയാണ്. ഭൗതിക സമൃദ്ധിയല്ല. നമ്മളെല്ലാവരുടെ ചിന്ത ഭൗതിക സമൃദ്ധി, സാമ്പത്തിക സമൃദ്ധി, അതല്ല.
ദൈവം പറയുന്ന വചനത്തിന് സ്ഥാനം കൊടുത്താൽ കുടുംബത്തിലൊരു ഐശ്വര്യമുണ്ടാകും. ഇപ്പൊ 1-ാം നൂറ്റാണ്ടിലെ ക്രിസ്ത്യാനികൾ വചനം എല്ലായിടത്തും അറിയിച്ചു നമ്മൾ കണ്ടു. ഇപ്പൊ കൊലോസിയിലെ വചനം എത്തിയവൻ അവർ കേട്ടു. അല്ലെ, സഭയുടെ ദൗത്യം എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ നടത്തുക, ക്ലിനിക്ക് നടത്തുക, ഇതല്ല എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനമായി പറഞ്ഞു നിർത്തി. പ്രവർത്തന പുസ്തകം 8-ാം അധ്യായം 4-ാം വാക്യത്തിൽ ചിതറിപ്പോയവർ എല്ലായിടത്തും വചനം പ്രസംഗിച്ചു. യെരുശലേമിൽ വന്നുകൂടി കർത്താവിന്റെ വചനം കേട്ട് രക്ഷയുടെ അനുഭവത്തിൽ വന്നവർ അവർ പീഡന നിമിത്തം ചിതറിപ്പോയപ്പോൾ എല്ലായിടത്തും വചനം സംസാരിച്ചു. പ്രവർത്തന പുസ്തകം 8-ാം അധ്യായത്തിൽ 25-ാം വാക്യത്തിൽ കാണാം. അപ്പോൾ 1-ാം നൂറ്റാണ്ടിൽ അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകത്തിലെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ അപ്പോസ്തല പുസ്തകം 8-ാം അധ്യായത്തിന്റെ 25-ാം വാക്യം പറയുന്നത്, അവർ കർത്താവിന് വേണ്ടി സാക്ഷീകരിച്ച് പ്രസംഗിച്ച ശേഷം സമര്യക്കാരുടെ അനേക ഗ്രാമങ്ങളിൽ സുവിശേഷം അറിയിച്ചുകൊണ്ട് യെരുശലേമിലേക്ക് മടങ്ങിപ്പോയി. പോകുന്ന വഴിക്കൊക്കെ സുവിശേഷം അറിയിച്ചു കൊണ്ടുപോയി. അത് 18-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം പ്രവർത്തന പുസ്തകം 18-ന്റെ 11 പറയുമ്പോൾ വേഗത്തിൽ പോകേണ്ടതുണ്ട്. അങ്ങനെ അവൻ 1 ആണ്ടും 6 മാസവും അവിടെ ഇടയിൽ ദൈവനെ ഉപദേശിച്ചുകൊണ്ട് താമസിച്ചുവെന്ന് പൗലോസിനെ തിമോഥെയോസിനെ കുറിച്ചൊക്കെ പറയാം. ദൈവനെ പ്രസംഗിച്ചുകൊണ്ട് കിടന്നു. 2 തിമോഥെയോസ് 4:2 വചനം പ്രസംഗിക്കാൻ. സമയത്തും അസമയത്തും ആര് ചോദിച്ചാലും, ബ്രദറെ, സഹോദരി, ഞാൻ രക്ഷിക്കപ്പെടാൻ എന്ത് ചെയ്യണം, എന്റെ കുടുംബത്തിലെ പ്രശ്നത്തിന് എന്താണ് പരിഹാരം എന്ന് ചോദിച്ചാൽ കൃത്യമായി പറഞ്ഞു കൊടുക്കുക. അന്നേരം ബൈബിളും നോട്ട്ബുക്ക് ഓടി നടക്കരുത്. ഹൃദയത്തിൽ പകർന്നു കൊടുക്കാൻ, പങ്കുവയ്ക്കാൻ സാധിക്കണം. ഞാൻ പോയി വിളിച്ചോണ്ട് വരാം, അല്ലെങ്കിൽ എനിക്ക് ഞാൻ നോട്ട് വീട്ടിൽ വെച്ചിട്ട് വന്നിരിക്കുകയാണ്. ഒരിന്ന് ശരിക്കും വചനം കേട്ടവരല്ല. ഉള്ളിലെ വചനത്തിന്റെ ശക്തി അവരുടെ ജീവിതത്തിലില്ല. നമ്മുടെ ജീവിതം കണ്ടിട്ട് ക്രിസ്തുവിലേക്ക് വരാൻ അവരിൽ ഒന്നും നമ്മളെ കാണുന്നില്ല. അത് കാണണം. വിശ്വാസിയുടെ വ്യക്തിപരമായ ജീവിതത്തിലും ആത്മീക ഫലങ്ങൾ പ്രകടമാകണം. ഇവിടെ കൊലോസ്യലേഖനത്തിൽ പറയുന്നതാണ്, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അവർ കണ്ടാൽ ഇതൊരു വിശ്വാസിയാണ് എന്ന് പറയാൻ കഴിയണം. അപ്പൊ 6-ാം വാക്യത്തിൽ ആ സുവിശേഷം സർവ്വലോകത്തിൽ എന്ന പോലെ നിങ്ങളുടെ അടുക്കലും എത്തി. കാരണം ഇത് യൂണിവേഴ്സൽ ഗോസ്പലാണ്, സാർവലൗകിക സുവിശേഷമാണ്. ലോകത്തിൽ മനുഷ്യൻ എവിടെയുണ്ടോ അവന് വേണ്ടതാണ് ഈ നല്ല വാർത്ത. അവന് വേണ്ടതാണ് മോചനം, അവന് വേണ്ടതാണ് പാപമോചനം, അവന് വേണ്ടതാണ് ദൈവത്തുള്ള പുനഃസ്ഥാപനവും നിരപ്പും. അതിനുള്ള മാർഗമാണ് സുവിശേഷം. ദൈവം എറിഞ്ഞെന്നിരിക്കുന്ന ലൈഫ് ബെൽറ്റാണിത്. അതിൽ എത്തിപ്പിടിക്കണം. കരകയറാനായി നിങ്ങളുടെ അടുക്കലും എത്തി. നിങ്ങൾ ദൈവകൃപ യഥാർത്ഥമായി കേട്ടറിഞ്ഞ നാൾ മുതൽ, നമുക്ക് പിന്നീട് നോക്കാം, വാക്ക് വളരെ പ്രധാനപ്പെട്ട വാക്കാണ്. ദൈവകൃപ യഥാർത്ഥമായി കേട്ടറിഞ്ഞു. ശരിയായി കേൾക്കുന്നവരുണ്ട്, യഥാർത്ഥമായി കേൾക്കുന്നവരുമുണ്ട്. യഥാർത്ഥമായി കേട്ട് അറിഞ്ഞ നാൾ മുതൽ നിങ്ങളുടെ ഇടയിൽ എന്ന പോലെ സർവ്വലോകത്തിലും ഫലം കാഴ്ച. അതുകൊണ്ടാണ് പറഞ്ഞത്, ദൈവനെ കേൾക്കുന്നവര് ആ കേട്ട് 1/2 മണിക്കൂർ, 15 മിനിറ്റ്, 3/4 മണിക്കൂർ ദൈവനെ കേട്ടതിന് ശേഷം ഒരു മാറ്റവും വരാതെ പോവുകയാണെങ്കിൽ ആ വചനത്തിന് നാം കണക്ക് കൊടുക്കേണ്ടി വരും. ആ വിത്തിന് കണക്ക് കൊടുക്കേണ്ടി വരും. കോരസീനെ, ബെത്സയിദെ, നിങ്ങൾക്ക് കഷ്ടം. നിങ്ങൾ ചെയ്ത വീരപ്രവൃത്തികൾ അവിടെ കോരസീനിലും മറ്റു പലത്തും നടന്നിരുന്നു, സോറിലും മറ്റും നടന്നിരുന്നുവെങ്കിൽ അവർ എന്നേ വെണ്ണീറിൽ നിന്ന് മാനസാന്തരപ്പെട്ടേനെ. ഈ വചനം കേട്ടിട്ട് എന്ത് ഗുണം? നിങ്ങളുടെ ഇടയിൽ അത് ഫലം കാഴ്ചയും വർദ്ധിച്ചു വരുന്ന ഫലമാണ്. അതായത് വ്യക്തിപരമായ ജീവിതത്തിൽ ആത്മീകമായ സ്വഭാവം, വിശേഷതകൾ വെളിപ്പെടണമെന്ന് ആവശ്യമാണ്. ആ ജീവിതം മറ്റുള്ളവർക്ക് മാതൃകയാകുമ്പോൾ നമ്മൾ ഉയർത്തപ്പെടുന്ന ക്രിസ്തുവിലേക്ക് നമ്മളെ ആകർഷിക്കാനാണ് എല്ലാം ശ്രമിക്കുന്നത്. നമ്മളെ മറ്റുള്ളവർ നോക്കണം, വി ഷുഡ് ബി അട്രാക്റ്റഡ്. പക്ഷെ ദൈവം പറയുന്നതല്ല, മൈ സൺ ഷുഡ് ബി അട്രാക്റ്റഡ് ഇൻ യുവർ ലൈഫ്. നിന്റെ ജീവിതത്തില് എന്റെ പുത്രൻ കർത്താവ് ആകർഷിക്കപ്പെടണം. നിന്നിൽ കർത്താവിനെ കണ്ട് മറ്റുള്ളവർ ആകർഷിക്കപ്പെടണം. ജീവിത വിശുദ്ധി, മറ്റുള്ളവർ ഈ വിശുദ്ധിയെ പോലെ പവർഫുൾ ആയിട്ടുള്ള മറ്റൊരു സാധനമില്ല. ഹോളിനെസ്, ജീവിത വിശുദ്ധിയും ആ വ്യക്തി ഇടപെടുന്ന എല്ലാ മേഖലകളിലും ആ ഹോളിനെസ് പ്രകടമാണ്. ആ വ്യക്തിയുടെ നോട്ടത്തില്, വാക്കില്, ചിന്തയിലും സ്പർശനത്തില് ഹോളിനെസ് വിൽ ബി ഡെമോൺസ്ട്രേറ്റ്. ഇതൊരു ഏറ്റവും ലോകത്തിൽ ഇല്ലാത്തൊരു സാധനമാണ്. അത് എവിടെയെങ്കിലും നമ്മൾ പ്രദർശിപ്പിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഇത് ഉണ്ടെങ്കിൽ പീപ്പിൾ വിൽ ബി അട്രാക്റ്റഡ് ടു ഇറ്റ്. ദേ വിൽ ഫീൽ സേഫ് ഇൻ അവർ പ്രസൻസ്. നമ്മുടെ അടുക്കൽ ഇരിക്കാൻ അവർ വളരെയധികം സംരക്ഷിക്കപ്പെട്ടവരായി. അപ്പൊ ജീവിത വിശുദ്ധി മറ്റുള്ളവരെ സ്വാധീനിക്കുവാൻ ശക്തിയുള്ളതാണ്. പ്രസംഗം മാത്രമല്ല, ഹോളിനെസ് ഈസ് ദ പവർ. അതാണ് ഇവിടെ പറയുന്നത്. ഫലങ്ങൾ 2 വിധത്തിലുണ്ട്. ഒന്ന് ന്യൂമറിക്കൽ, അനേകം ആൾക്കാർ സുവിശേഷം കേട്ട് രക്ഷയിലേക്ക് വരുന്നു, വചനമനുസരിക്കുന്നു, സ്നാനമേൽക്കുന്നു, സഭയുടെ അംഗങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നു. അത് ന്യൂമറിക്കൽ, അംഗസംഖ്യയിലുള്ള വർധന, അതൊരു ഫലമാണ്. അതിനെക്കുറിച്ച് നമുക്ക് അനേക വാക്യങ്ങൾ കാണാം. യോഹന്നാൻ 4:34-36 വരെ നിങ്ങൾ തലയുയർത്തി നോക്കൂ, ഇപ്പോഴത്തെ കൊയ്ത്തിന് ഇതാ വെളുത്ത് കിടക്കുകയാണ്. സമരിക്കായ സ്ഥിതിയുടെ സമരിയ പട്ടണം മുഴുവൻ ഇതാ വിളവെടുപ്പിന് ഒരുങ്ങിക്കിടക്കുകയാണ്. അനേക ആത്മാക്കൾ കർത്താവിലേക്ക് വരാനായിട്ട് ഈ സ്ത്രീ കാരണമായി മാറി. ആ സ്ത്രീ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് തള്ളിക്കളഞ്ഞ സ്ത്രീ ഇതാ ഫലം കായ്ക്കുകയാണ്.
നിറഞ്ഞു കവിയുന്ന ഫലമാണ് ആ സ്ത്രീയിൽ. ആ ഗ്രാമം മുഴുവൻ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ 24 ആദ്യ പല സമരീക്കായ സ്ത്രീയുടെ വിഷയം യോഹന്നാൻ 4-ാം അധ്യായം 34-36 വരെ. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 24-ാം അധ്യായത്തിൽ ക്രിസ്തു പറഞ്ഞു, ഞാൻ ഉയർത്തപ്പെട്ടാൽ അല്ലെങ്കിൽ ഗോതമ്പ് ഇവിടെ നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും, ചത്തുവെങ്കിലും അതിന് വലിയ വിളവുണ്ടാകും. എന്തുകൊണ്ട് നമുക്ക് ഫലമില്ലാത്തത്? ഞാൻ ചത്തിട്ടില്ല, എന്റെ സ്വാർത്ഥത സ്വയം മരിച്ചിട്ടില്ല, ഞാൻ എനിക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. എന്നെ ഉയർത്തുവാൻ, എന്നെ മഹത്വപ്പെടുത്തുവാൻ, എനിക്ക് കയ്യടി കിട്ടാനാണ് ഞാൻ ജീവിക്കുന്നത്. ദൈവം നിന്നെ കൊണ്ട് ഒരു ഗുണവും ആർക്കുമില്ല. നിന്നിൽ ഫലമുണ്ടാകണമെങ്കിൽ നീ ചാകണം. ഗോതമ്പ് മണി നിലത്ത് വീഴണം, മണ്ണിൽ വീഴണം, മണ്ണിന്റെ ചൂടടിക്കണം, അത് പൊട്ടണം, സ്വാർത്ഥത ഇല്ലാതാകണം, അതിൻ്റെ അകത്തൊരു വിത്തുണ്ടാകും, ഒരു മുളയുണ്ടാകും, അല്ലെങ്കിൽ അത് തനിയെ ഇരിക്കും. ചത്തുവെങ്കിലോ വളരെ വിത്തുണ്ടാകും. യോഹന്നാൻ 12:24, യോഹന്നാൻ 15:8-16 വാക്യങ്ങളിൽ ഇപ്രകാരം നമുക്ക് കാണാൻ സാധിക്കും, നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എന്റെ പിതാവ് മഹത്വപ്പെടുന്നു. ദൈവത്തെ നമ്മളെ മഹത്വപ്പെടുത്തുമ്പോൾ ദൈവം ഏറ്റവും അധികം ശ്രദ്ധിക്കുന്ന നിന്റെ ജീവിതം കൊണ്ട് എന്തെങ്കിലും ഫലം ആർക്കെങ്കിലും ഉണ്ടോ? ആത്മാക്കളെ നേടാൻ സാധിക്കുന്നില്ല, ശരി, പക്ഷെ മറ്റേതെങ്കിലും ഫലങ്ങളുണ്ടോ? എനി അതർ ഫ്രൂട്ട്? നിന്റെ ക്യാരക്ടർ, നിന്റെ ലൈഫ് ഏതെങ്കിലും തരത്തിൽ ഫലമുള്ളതാണോ? എനിക്ക് മഹത്വം കിട്ടുന്നതാണോ? അതാണ് യോഹന്നാൻ 15:8. അങ്ങനെ നിങ്ങൾ എന്റെ ശിഷ്യന്മാരാകുക. എന്റെ 16-ാം വാക്യം യോഹന്നാൻ 15:16. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. എന്തിന്? നിങ്ങൾ ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും. നിലനിൽക്കുന്നൊരു ഫലം നമ്മൾ കായ്ക്കണം. നമ്മൾ പെട്ടെന്ന് എടുത്തണിയൊരു വേഷമല്ല നമ്മുടെ ക്യാരക്ടറാണ് നമ്മൾ നരകത്തിലോ സ്വർഗത്തിലോ പോകാൻ പോകുന്നതിന്റെ കാരണം. മാറ്റാൻ കഴിയാത്തൊന്ന്, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തൊന്ന് നമ്മുടെ ക്യാരക്ടറാണ്. ബാക്കിയെല്ലാം നമുക്ക് പ്ലാസ്റ്റിക്കിൽ ഉണ്ടാക്കിയെടുക്കാം, പക്ഷെ ക്യാരക്ടർ. നിങ്ങൾ പോയി ഫലം കായ്ക്കണം, നിങ്ങളുടെ ഫലം നിലനിൽക്കണം. വളരെ വ്യക്തമായിട്ടത് പറയും. സോ ക്യാരക്ടർ മാറ്റങ്ങൾ വേണം. റോമർ 1:13 നിങ്ങൾ വളരെയധികം ഫലം കായ്ക്കണമെന്ന് പറയും. ഫിലിപ്പർ 1:22 നിങ്ങൾ ക്രിസ്തുവിന് വേണ്ടി ഫലം കായ്ക്കുന്നു എന്ന് റോമർ 1:13, ഫിലിപ്പർ 1:22. ഒന്നാമത്തെ ന്യൂമറിക്കൽ ഫ്രൂട്ട്, എണ്ണത്തിലുള്ള ഫലം, എണ്ണത്തിലുള്ള വർധന, സംഖ്യ. നമ്മുടെ ജീവിതം നിമിത്തം ഇവിടെ കുടുംബത്തിലോ ചാർച്ചക്കാരോ സുഹൃത്തുക്കളോ ബന്ധുക്കളിലോ ഓഫീസിലോ എവിടെയാകട്ടെ മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ കാണാൻ ഇടവരുന്നു. ഒരു ബൈബിൾ ക്ലാസ്സിന് വരുന്നു, പലരും പഠിക്കാൻ താല്പര്യപ്പെടുന്നു. രണ്ടാമത് ആത്മീയ ജീവിതത്തിൽ ഗുണങ്ങൾ വികസിക്കണം. ആത്മീയ ഫലം, സ്പിരിച്വൽ ഫ്രൂട്ട് ഇൻ അവർ ലൈഫ്. അതായത് യേശുവിനെ പോലെ രൂപാന്തരപ്പെടുക. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ സ്നാപയോഹന്നാൻ 400 വർഷക്കാലത്തിന്റെ ഇടവേളയ്ക്ക് ശേഷം യഹൂദായ മരുഭൂമിയിലേക്ക് കടന്നു വരുമ്പോൾ അനേകങ്ങൾ യോഹന്നാൻ സ്നാപകന്റെ അടുക്കിലേക്ക് ഓടി വരും. 400 വർഷത്തിന് ശേഷം നിശബ്ദത, ആത്മീയമായ സന്ദേശമില്ല, വെളിപാടില്ല, ദർശനങ്ങളില്ല, ഒന്നുമില്ല, ദൂതന്മാരുടെ സാന്നിധ്യമില്ല, ഒന്നുമില്ലാത്തൊരു വരണ്ടുടങ്ങിയതുപോലുള്ള ആത്മീയ പശ്ചാത്തലത്തിന് നടുവിലേക്ക് ഒരു കാട്ടാളനെ പോലെ വേഷം കെട്ടിയ ഒരു മനുഷ്യൻ കടന്നു വരും. അവരുടെ ശബ്ദം വളരെ പ്രൗഢ ഗംഭീരമായിരുന്നു. ആൾക്കാരെല്ലാം ഓടിക്കൂടി, അവന്റെ കൂടെ പുറകെ എല്ലാവരും ഓടിക്കൂടി. യോഹന്നാന്റെ കൈകളെ സ്നാനപ്പെടാൻ തയ്യാറായി, അത് പരീശന്മാരും തയ്യാറായി. യോഹന്നാനെ വിളിച്ച് സർപ്പസന്തതികൾ, ഉള്ളിൽ ഇപ്പോഴും വിഷം മാറിയിട്ടില്ലാത്ത ജനമേ, സർപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞ് ഓടിപ്പോകാൻ നിങ്ങൾ ഉപദേശിക്കുന്നതാ. നിങ്ങളിപ്പോൾ സ്നാനപ്പെടുന്നത് ദൈവത്തിന് ശിക്ഷാവിധി വരാതിരിക്കാനുള്ള ഒരു തന്ത്രമാണ്. ഇതല്ല സ്നാനത്തിനുള്ള കാരണം. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ എന്ന് അവരോട് പറയും. എന്റെ 10-ാം വാക്യത്തിൽ ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിന് കോടാലി വെച്ചിരിക്കുന്നു, നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീരിട്ട് കളയും. ഇപ്പോൾ ഞായറാഴ്ച കേട്ട് ജഡ്ജ്മെന്റ് ഡേ, ഒരു ആരംഭം മാത്രമേ നമ്മൾ കേട്ടുള്ളൂ, ഇനി കേൾക്കാനുണ്ട് പറയും. ഇതാ കോടാലി വെച്ചിരിക്കുന്നു, നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം. ഫലം കായ്ക്കാത്ത വൃക്ഷം ദൈവം വെട്ടിക്കളയുമെന്ന് ദൈവം പറയുകയാണ്. നമ്മൾ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. ഫലം കായ്ക്കാത്ത വൃക്ഷം തീയിൽ പോകും. ഗലാത്യർ മനുഷ്യൻ 22-23 സ്പിരിച്വൽ ഫ്രൂട്ട്, ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, പരോപകാരം, സൗമ്യത, വിശ്വസ്ത, ഇന്ദ്രിയം തുടങ്ങിയ ഫലങ്ങൾ ഉണ്ടാകണം. നമ്മൾ ക്രിസ്തു ഉണ്ടെങ്കിൽ പുറത്ത് ഫലങ്ങളായിട്ട് വരണം. ഈ മരം നട്ടുവളർത്തി 15 വർഷമായി, ആ മരത്തിൽ ഫലമില്ല. പൂക്കളുണ്ട്, പൂക്കൾ വാടിക്കൊഴുകി പോവുകയാണ്. ഫലം കായ്ക്കണം മരത്തിൽ. ജീവിതത്തിൽ ഫലമുണ്ടാകണം. എഫേസ്യർ മനുഷ്യന്റെ 9 കാണാം, വെളിച്ചത്തിന്റെ ഫലം നമ്മളിൽ ഉണ്ടാകണം. എഫേസ്യർ 5-ാം വാക്യത്തിൽ കർത്താവിന് പ്രസാദമായി എത്തുന്നത് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവിൻ, സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിൽ. നമ്മൾ വെളിച്ചത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഫലങ്ങൾ റിഫ്ലക്ട് ചെയ്യണം. ഫിലിപ്പർ 1:11, എബ്രായർ 12:11, യാക്കോബ് 1:17. നമ്മുടെ വാക്കുകളിൽ പോലും ആ ഫലം കാണണം.
നമ്മുടെ സംസാരത്തിൽ പോലും നാം ദൈവ പൈതലാണ്, എന്നിലുള്ള ദൈവത്തിന്റെ ആത്മാവിൽ വസിക്കുന്നു, ക്രിസ്തുവിന്റെ ഉള്ളിലുണ്ട് എന്ന് നമ്മുടെ വാക്കുകൾ കൊണ്ടും പ്രവർത്തികൾ കൊണ്ടും എല്ലാം നമ്മൾ പുറപ്പെടുവിക്കുന്നതാണ് പലതൊക്കെ നമുക്കറിയാം. ഇത് രണ്ടും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുകയാണ്, ഇന്റർ റിലേറ്റഡ് ആണ്. ന്യൂമറിക്കൽ ഗ്രോത്തും വ്യക്തിപരമായ സ്പിരിച്വൽ ഗ്രോത്തും ഇത് തമ്മിൽ ബന്ധപ്പെട്ടതാണ്. ഒന്ന് നമ്മളിലൂടെ മറ്റുള്ളവർ ക്രിസ്തുവിലേക്ക് വരാൻ കാരണമാകുന്നു. ഞാൻ വല്ല പ്രാസംഗികനല്ല, മറ്റൊരു ടീച്ച് ചെയ്യാനുള്ള കഴിവെനിക്കില്ല, പക്ഷെ എൻ്റെ ജീവിതത്തിലൂടെ മറ്റുള്ളവർ ക്രിസ്തുവിനെ അറിയാൻ ആഗ്രഹിക്കുന്നു. ഒരു എക്സംപ്ലറി ലൈഫാണ് എൻ്റേത് എന്ന് മറ്റുള്ളവർ പറയുകയാണ്. ഞാൻ നോട്ടീസ് ഒട്ടിക്കുന്നില്ല ഈ വീടിന്റെ നാഥൻ യേശുവാണെന്ന്. അത് കള്ളത്തരമാണ്. നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർ കാണുകയാണ് നമ്മുടെ ഉള്ളിൽ യേശു ഉള്ളതായി. ഒരു പ്രശ്നം വരുമ്പോൾ നമ്മുടെ അടുക്കൽ പറയുന്നത്, സഹോദര എനിക്ക് വേണ്ടി ഇത് പ്രാർത്ഥിക്കണേ എന്ന് അവർ എന്തുകൊണ്ട് പറയുന്നു? സോ ദേ ഫൈൻഡ് സംതിങ് ഇൻ us. നമ്മുടെ പ്രാർത്ഥന കൊണ്ട് ഉത്തരം ഉണ്ടാകുമെന്നൊരു വിശ്വാസം അവർക്കുണ്ട്. ചില അനുഭവങ്ങൾ ഉണ്ടാകാം. അത്രയെങ്കിലും സഹായം നമ്മളെ കൊണ്ട് ഉണ്ടാകട്ടെ മറ്റുള്ളവർക്ക് വേണ്ടി. മാത്രമല്ല വ്യക്തിപരമായ ഫലവും ഉണ്ടാകണം. ഇത് രണ്ടും ബന്ധപ്പെട്ടിരിക്കുകയാണ്. ക്രിസ്തുവിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തി യേശുവിന്റെ സ്വഭാവം തന്റെ ജീവിതത്തിൽ വികസിപ്പിക്കാൻ ഉത്സാഹിക്കണം. അതാണ് ഫിലിപ്പിയർ 1:21. ഞാൻ എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നതിനാണ്. ക്രിസ്തു അവിടെയും ഞാൻ ഇവിടെയുമല്ല, എൻ്റെ ഉള്ളിൽ ക്രിസ്തു വസിക്കുന്നു. ക്രിസ്തുവിന്റെ മേൽവിലാസം എൻ്റെ ജീവിതമാണ്. ക്രിസ്തുവിന്റെ അഡ്രസ് എൻ്റെ ജീവിതമാണെന്ന് പറയാൻ ഓരോരുത്തരും കഴിയണം. ക്രൈസ്റ്റ് ഡോൾസ് ഇൻ മീ, ക്രിസ്തു എന്നിൽ വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അവർക്ക് വേണ്ടി ക്രിസ്തു സ്വർഗത്തിലൊരു മേൽവിലാസം തരും. ഭൂമിയിൽ ക്രിസ്തുവിന് നമ്മുടെ ജീവിതത്തിൽ മേൽവിലാസം ഇല്ലെങ്കിൽ സ്വർഗത്തിൽ നമുക്ക് വീടില്ല. ഇനിയുള്ള നാളുകളൊക്കെ ഇങ്ങനെയുള്ള വിഷയങ്ങൾ പഠിക്കാൻ പോവുകയാണ്. അതാണ് മറ്റുള്ളവരിലേക്ക് ആകർഷിക്കുന്നത്. അതാണ് യോഹന്നാൻ 12:32 ഇപ്രകാരം യോഹന്നാനിലൂടെ ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നു. യോഹന്നാൻ 12:32 കർത്താവ് യേശുക്രിസ്തു ഇപ്രകാരം സംസാരിച്ചു, ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കുക. അതായത് ക്രൂശിൽ ഉയർത്തപ്പെടുന്നതിനെ കുറിച്ചല്ല, അത് ഒരു അർത്ഥത്തിൽ ശരിയാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തു ഉയർത്തപ്പെട്ടാൽ, ക്രൈസ്റ്റ് ഈസ് എക്സോൾട്ടഡ് ഇൻ മൈ ക്യാരക്ടർ, ഇൻ മൈ ലൈഫ്, എന്റെ ജീവിതത്തിൽ, പെരുമാറ്റത്തിൽ, വാക്കിൽ, ചിന്തയിൽ, ഇടപാടിൽ, നോട്ടത്തിൽ, എല്ലാ കാര്യങ്ങളും ക്രിസ്തു ഉയർത്തപ്പെട്ടാൽ ക്രിസ്തുവിന് മാഗ്നറ്റിക് പവർ ഉണ്ട്. ആകർഷിക്കാനുള്ള ഒരു കഴിവ് ക്രിസ്തു. നമ്മൾ എത്രത്തോളം വേഷം അണിഞ്ഞാലും ഒരാൾ നമ്മളെ തിരിഞ്ഞു നോക്കിയില്ലെന്ന് വരും. അപ്പോൾ നമ്മളെ നോക്കുന്ന വേറെ ഉദ്ദേശത്തോടെയായിരിക്കും. പക്ഷെ നമ്മൾ ക്രിസ്തുവിനെ ഉയർത്തിയാണ്. നമ്മളുടെ ക്രിസ്തു ആ പിച്ചൽ സർപ്പത്തിലേക്ക് നോക്കാൻ പറഞ്ഞതുപോലെ നമ്മളുടെ ക്രിസ്തുവിന്റെ സ്വഭാവം നമ്മളിൽ ഉയർത്തപ്പെട്ട അതിൽ ഭയങ്കര പവറാണ്. പൗലോസിനെ കണ്ടാൽ വികൃതമാണ്. യേശുവിനെ കണ്ടാൽ രൂപഗുണമൊന്നുമില്ല. കണ്ടാൽ ആകർഷിക്കത്തക്ക ഒരു സൗന്ദര്യം യേശുവിനില്ല. പക്ഷെ യേശുവിന്റെ പുറകിൽ നിന്ന് ആരും പോയില്ല. അത്രത്തോളം യേശുവിലേക്ക് അട്രാക്റ്റഡാണ്. മനുഷ്യന്റെ ആത്മാവായി ദൈവത്തോട് അട്രാക്ട് ചെയ്തേ പറ്റും. അത് നാച്ചുറൽ ആയിട്ടുള്ള പണിയാണ്. ഇരുമ്പ് കാന്തത്തേക്ക് ആകർഷിച്ചേ പറ്റൂ, അല്ലെങ്കിൽ അത് ഇരുമ്പല്ല. യേശുവിലേക്ക് ആകർഷിക്കപ്പെട്ടു. ഓരോ വിത്തിനും അതത് തരം ഫലം കായ്ക്കുമെന്നാണ് ഉൽപ്പത്തി 1:11-12. തെങ്ങിൽ നിന്ന് ഒരിക്കലും മാവുണ്ടാവില്ല, മാങ്ങയിൽ നിന്ന് ഒരിക്കലും പേര ഉണ്ടാകില്ല. ഓരോ ദൈവം സംവിധാനം അതാണ്. അതുകൊണ്ട് തന്നെയാണ് പരിണാമ സിദ്ധാന്തം പൊള്ളയായി പോയത്. പരിണമിച്ച് തെങ്ങ് പരിണമിച്ച് ഒരിക്കലും മാവാകില്ല. തെങ്ങിൽ നിന്ന് തെങ്ങ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അത് പരിണാമ സിദ്ധാന്തത്തെക്കുറിച്ച് നമ്മൾ വിശദമായി 80ഓളം ക്ലാസ്സുകൾ കഴിഞ്ഞു. ഉൽപ്പത്തി പുസ്തകത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 11-12 വാക്യങ്ങൾ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. നല്ലത് ദൈവം കണ്ട് ഭൂമിയിൽ നിന്ന് പുല്ലും വിത്തുള്ള സസ്യങ്ങളും ഭൂമിയിൽ അതത് തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വരും. വെണ്ടയുടെ വിത്താണ് വെണ്ടയിൽ വെച്ചത്. അതിനകത്ത് കടുകിന്റെ വിത്ത് വെക്കാൻ പാടില്ല, ഇത് വെക്കില്ല. വെണ്ടയിൽ നിന്ന് വെണ്ട തന്നെ ഉണ്ടാകണം. എന്നിലുള്ള വിത്തിൽ നിന്ന് അതിന്റെ സ്വഭാവം തന്നെ ഉണ്ടാകണം. ഈ തത്വം ഭൗതിക ലോകത്തിൽ മാത്രമല്ല ആത്മികമായിട്ടും സത്യമാണ്. ശ്രദ്ധിക്കുക, പറയാൻ പോകുന്നു. ഇതൊരു പ്രിൻസിപ്പിളാണ്. ഇത് ഭൗതിക ലോകത്തിൽ മാത്രമല്ല, വിത്തിന്റെ ലോകത്തിൽ, ബയോളജിക്കൽ വേൾഡിൽ മാത്രമല്ല, ആത്മിക ലോകത്തിൽ സത്യമാണ്. ഇവിടെ പിശാച് നൽകുന്ന ഫലം കള്ളമാണ്. യോഹന്നാന്റെ സുവിശേഷം 8-44 വാക്യത്തിൽ കർത്താവ് യേശുക്രിസ്തു വളരെ വ്യക്തമായി തന്നെ ഇത് വെളിപ്പെടുത്തുകയുണ്ടായി. ജോൺ ചാപ്റ്റർ 8:44 അവിടെ പറഞ്ഞത് ഇങ്ങനെയാണ്: നിങ്ങൾ പിശാചെന്ന പിതാവിന്റെ മക്കൾ, നിങ്ങളുടെ പിതാവിന്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു. അവൻ ആദ്യം മുതൽ കൊലപാതകനായിരുന്നു. അവന് സത്യമില്ലായകൊണ്ട് സത്യത്തിൽ നിൽക്കുന്നതുമില്ല. അവൻ ഭോഷ്ക് പറയുമ്പോൾ സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയുന്നു. അവൻ ഭോഷ്ക് പറയുന്ന എൻ്റെ അപ്പനുമാണ്. പിശാച് ഭോഷ്കിന്റെ അപ്പനാണ്, ഭോഷ്കിന്റെ ഉറവിടമാണ്. സാത്താൻ ഒരിക്കലും സത്യം പറയില്ല. സാത്താന്റെ വിത്ത് കള്ളമാണ്, വ്യാജമാണ്,
ആ വിത്താണ് അവന്റെ വിത്ത്. ആ വിത്തിൽ നിന്ന് അത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. കള്ളവും ഭിന്നതകളും. പക്ഷെ ദൈവവചന സത്യം വിതയ്ക്കപ്പെടുമ്പോൾ ദൈവരാജ്യമുണ്ടാകും. ലൂക്കോസ് 8:11 വിത്ത് ദൈവവചനം. വിത്ത് വിതയ്ക്കുന്ന വ്യക്തിയുടെ ഉപമ ക്രിസ്തു പഠിപ്പിച്ചു. 4 സ്ഥലത്താണ് വിത്ത് വീണത്. ആ ഉപമ പഠിപ്പിക്കുമ്പോൾ ലൂക്കോസ് 8:11 ക്രിസ്തു പറഞ്ഞു വിത്ത് ദൈവവചനം. അതോടൊപ്പം മത്തായി 13:19 അവിടെ വ്യക്തമായിട്ട് കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞു. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 19-ാം വാക്യത്തിൽ പറഞ്ഞത് ഇങ്ങനെയാണ്, ദൈവരാജ്യത്തിന്റെ സുവിശേഷം. ഇപ്പൊ മത്തായി 13:19 ഒരുത്തൻ രാജ്യത്തിന്റെ വചനം കേട്ടിട്ട്, ഇപ്പൊ ഈ വചനമെന്ന വിത്ത് വിതച്ചാൽ അവൻ ദൈവരാജ്യത്തെ കുറിച്ചുള്ള അറിവിലേക്ക് എത്തും. അതുവരെ ഫലം കായ്ക്കുന്ന ഈ ലോകത്തിലെ തത്വം തന്നെയാണ്. യഥാർത്ഥ സുവിശേഷം, യഥാർത്ഥ വചനം ശരിയായ തരത്തിൽ വിതയ്ക്കപ്പെട്ടാൽ അത് മനസ്സിലാക്കുന്ന ഒരു വ്യക്തി ദൈവരാജ്യത്തെക്കുറിച്ചുള്ള അറിവിലേക്ക് വരും. ദൈവരാജ്യത്തിന്റെ വചനമാണ്. ഒരുത്തൻ രാജ്യത്തിന്റെ വചനം കേട്ടിട്ട് ഗ്രഹിക്കാതിരുന്നാൽ, ഇപ്പൊ സഭ യഥാർത്ഥത്തിൽ ഉത്ഭവിക്കും. ഒരാൾ യഥാർത്ഥത്തിൽ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരും ദൈവബലം സത്യസന്ധമായി പ്രസംഗിക്കപ്പെട്ടാൽ. അതാണ് പ്രവർത്തന പുസ്തകം 2-40-41 വാക്യങ്ങളിൽ പെന്തിക്കോസ്ത് നാളിൽ സംഭവിച്ചത്. വളരെ ശ്രദ്ധിക്കുക. ഇപ്പൊ ദൈവവചനം ശരിയായി വിതയ്ക്കുമ്പോൾ ലഭിക്കുന്ന ഏക ഫലം പുതിയ നിയമ ക്രിസ്ത്യാനിത്വമാണ്. ഇവിടെ ന്യൂ ടെസ്റ്റ്മെന്റ് ഡോക്ട്രിൻ, ദൈവവചനം യഥാർത്ഥമായി വിഭാഗിച്ച് പ്രസംഗിച്ചാൽ അവിടെ ഉണ്ടാകുന്നത് പുതിയ നിയമസഭയാണ്. അപ്പോൾ ആ വിത്തിൽ നിന്ന് ആ ചെടിയെ ഉണ്ടാകും. വ്യത്യസ്തമായ ഒരു ചെടി, ഒരു സഭ ഉണ്ടാകില്ല. അങ്ങനെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ വിതച്ച വിത്തിൽ എന്തോ അപകടം സംഭവിച്ചു. വിതച്ച വിത്തിൽ കള്ളത്തരം സംഭവിച്ചു. വിതച്ച വിത്തിനോട് മായം ചേർക്കപ്പെട്ടു. ശരിയായ വിത്താണ് വിതച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കർത്താവിന്റെ സഭ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. മറ്റൊരു ചെടി ഉണ്ടാവുകയില്ല. ഒറ്റ ഫലമേ ഉണ്ടാകൂ. അത് 1-ാം നൂറ്റാണ്ടിൽ വ്യക്തമാണ്. റോമർ 16 ക്രിസ്തുവിന്റെ സകല സഭകളും അവിടെ മാനുഷികമായ ഒരു ആചാരങ്ങളും അഭിപ്രായങ്ങളും നിരൂപണങ്ങളും താല്പര്യങ്ങളോടെ വരില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം വിത്ത് മാറിപ്പോയി. ഏതെങ്കിലും സംഘടനയുടെ ഉപദേശമായിരിക്കാം. ദൈവവചനമെന്ന വിത്ത് തന്നെയാണ് പ്രസംഗിച്ചതെങ്കിൽ അവിടെ ക്രിസ്ത്യാനികൾ എന്ന ഫലം മാത്രമുണ്ടാകും. അതാണ് ശരിയായ ഫലം. സത്യം വിതച്ചാൽ സത്യത്തിന് വിപരീതമായ ഒരു ഫലവും ഉണ്ടാവുകയില്ല. ഇന്ന് ക്രിസ്തീയ കുലത്തിൽ കാണപ്പെടുന്ന വ്യത്യസ്ത നാമധേയ മനുഷ്യനിർമ്മിതങ്ങളായ സമുദായ സംഘടനകൾ ദൈവവചനത്തിൽ നിന്ന് ഉത്ഭവിച്ചതല്ല. ദൈവത്തിൽ നിന്ന് ഉത്ഭവിച്ചതല്ല. ഇന്ന് ലോകത്തിൽ കാണുന്ന സംഘടനകൾ 48,000 ക്രിസ്തീയ സംഘടനകളുടെ ഭൂമിയിൽ 48,000 വ്യത്യസ്തമായിട്ടുള്ളത്. എവിടെ നിന്ന് വന്നു? ഒരു വിത്തിൽ നിന്നല്ല ഇത് വന്നത്. ദൈവവചനം എന്ന സത്യമായ വിത്തിൽ നിന്നല്ല അത് വന്നത്. വിത്ത് അതത് തരം ഫലമേ ഉളവാക്കുകയുള്ളൂ. അപ്പോസ്തലരുടെ കാലത്തിൽ എന്ന പോലെ, കർത്താവിന്റെ കാലത്തിൽ എന്ന പോലെ യഥാർത്ഥമായ സത്യവചനമാണ് എല്ലായിടത്തും വിതച്ചെങ്കിൽ ഈ 48,000 ഉണ്ടാകില്ല. ഒറ്റ സഭയെ ഉണ്ടാവുകയുള്ളൂ. ഇത്ര പറഞ്ഞാൽ ഇത് ആരും വിശ്വസിക്കില്ല, മനസ്സിലാക്കില്ല. കാരണം മനസ്സിലാക്കാനുള്ള പാകമില്ല നമ്മുടെ മനസ്സിന്. കുത്തിക്കുറിച്ച മനസ്സാണ്. ഇത് നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട് പലതും. പക്ഷെ നമുക്ക് സത്യം പറയാതിരിക്കാൻ പറ്റില്ല. മത്തായി 15:13 പിതാവ് നട്ടിട്ടില്ലാത്ത തൈയൊക്കെയും വേരോടെ പറഞ്ഞു പോകും. ഇപ്പൊ ഈ വിഭജനത്തിനെയും സമുദായ സംഘടനകൾക്ക് ദൈവം കാരണക്കാരനല്ല. ദൈവം നൽകി തന്ന വിത്തിനോട് പലതും കൂട്ടിച്ചേർത്ത് പ്രസംഗിച്ചു. അവർക്ക് നിലനിൽക്കണമെങ്കിൽ, സാമുദായിക ലാഭം ഉണ്ടാകണമെങ്കിൽ അങ്ങനെ പ്രസംഗിച്ചേ പറ്റൂ. അവരെങ്ങനെ പ്രസംഗിച്ചു, അങ്ങനെയുള്ള കൂട്ടായ്മകൾ ഉണ്ടായി. ദൈവം അതിന് കാരണക്കാരനല്ല. ഇപ്പൊ സുവിശേഷം പ്രസംഗിക്കുന്ന ഫലം സുവിശേഷത്തോട് അനുരൂപമാകുക എന്നുള്ളതാണ്. കർത്താവിനോട് അനുരൂപമാകണമെങ്കിൽ സത്യമെന്നെ പ്രസംഗിക്കണം, സത്യമെന്നെ നിങ്ങൾ കേൾക്കണം. തെറ്റായ ഉപദേശം കേട്ട് നിങ്ങൾ യഥാർത്ഥ ക്രിസ്ത്യാനിയാകാൻ പറ്റില്ല. ക്രിസ്തുവിനെ പോലെ അനുരൂപപ്പെടാൻ പറ്റില്ല. അത് വിശുദ്ധ ജീവിതത്തിലെ ഉപദേശത്തിലെ പ്രതിഫലിക്കില്ല. ഇപ്പൊ നിർമ്മലമായ ഉപദേശപ്രകാരം ജീവിക്കുന്നതിനാൽ ദൈവമക്കൾ ആത്മീയ ഐക്യത അനുഭവിക്കും. അങ്ങനെയുള്ളവർ തമ്മിലാണ് ആത്മീയ ഐക്യതയുള്ളത്. 1 Corinthians 12:13 1 Corinthians chapter 12:13 ഇവിടെ പൗലോസ് ഇപ്രകാരം പറയും. 1 Corinthians 12:13 വാക്യം. അവിടെ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യസഭയ്ക്ക് എഴുതുമ്പോൾ വ്യക്തമായിട്ട് അവിടെ ഭിന്നതകളും പിണക്കങ്ങളും ഒക്കെ ഉണ്ട്.
അവരുടെ പൗലോസ് പ്രകാരമാണ് പറയുന്നത്. 1:12-13 ക്രിസ്തു യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാർ ഒരേ ആത്മാവിൽ സ്നാനപ്പെട്ടും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തു. ലോകത്തിലുള്ള സകല യഥാർത്ഥത്തിൽ ദൈവവചനമാകുന്ന സത്യം ശ്രവിച്ച് പഠിച്ച് കേട്ട് ക്രിസ്തുവിൽ വിശ്വസിച്ച് സ്നാനം സ്വീകരിച്ച് കർത്താവ് തന്റെ സഭയോട് കൂട്ടിച്ചേർത്ത എല്ലാവരിലും ഒരേ ആത്മാവ് മാത്രമാണ്. ഒരേ ആത്മാവ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതാണ് വചനം പറയുന്നത്. എഫേസ്യർ 4:4-6 വരെ നമ്മൾ സെമിനാറിൽ കൃത്യമായി പഠിച്ചു. 7 അടിസ്ഥാന സത്യങ്ങൾ: പിതാവൊന്ന്, കർത്താവൊന്ന്, സ്നാനമൊന്ന്, ആത്മാവൊന്ന്, വിശ്വാസമൊന്ന്, പ്രത്യാശയൊന്ന്, എല്ലാം ഒന്ന്. ലോകത്തിൽ 10 കോടി ജനമുണ്ടെങ്കിലും 10,000 കോടി ജനമുണ്ട് ദൈവമക്കളുണ്ടെങ്കിലും എല്ലാവർക്കും ഒരേ വിശ്വാസം, ഒരേ കർത്താവ്, ഒരേ സ്നാനം, ഒരേ ഉപദേശം. അവർ തമ്മിലാണ് ഐക്യത. മറ്റുള്ളവരുമായിട്ട് ഒരു ഐക്യതയുമില്ല. ഒരു ഹോളിൽ ഒരുമിച്ചുകൂടാ, പക്ഷെ ആത്മീയമായി ഒരു ഐക്യതയും അവരുമായിട്ടില്ല. കുടുംബത്തിനകത്തുണ്ടാകാം അങ്ങനെയുള്ളവർ, അവരുമായി ആത്മീയമായി ഒരു ഐക്യതയുമില്ല. മുന്തിരവള്ളിയും കൊമ്പുകളെന്ന് ഉപമ ക്രിസ്തു നൽകുമ്പോൾ തന്നിൽ നിലനിൽക്കുന്ന കൊമ്പുകളൊക്കെയും ഫലം ഉത്പാദിപ്പിക്കുന്ന ക്രിസ്തു പറഞ്ഞു. തന്നിൽ നിൽക്കുന്ന കൊമ്പ് മാത്രമേ ഫലം കായ്ക്കുകയുള്ളൂ. ക്രിസ്തുവിൽ നിന്നാണ് ആ ഊർജം വരുന്നത്. കൊമ്പ് ഫലം കായ്ച്ചില്ലെങ്കിൽ ആ കൊമ്പ് എന്ത് ചെയ്ത് കളയും? മുറിച്ച് തീയിലിട്ട് കളയുമെന്ന് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം ആദ്യത്തെ 6 വാക്യങ്ങൾ. ഫലം കായ്ക്കുന്ന, വളരെ ഫലം കായ്ക്കുന്ന കൊമ്പുകൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു എന്ന് യോഹന്നാൻ 15-8 വാക്യം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇത് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യം ഇത് പരിചയപ്പെടാനുണ്ട്. ഇത് വളരെ പ്രധാനമാണ്. കൊലോസ് ലേഖനത്തിലേക്ക് മടങ്ങി വരാം. കൊലോസ് ലേഖനം 1-ാം 6-ാം വാക്യത്തിൽ പൗലോസ് കൊലോസ് സഭയോട് വ്യക്തമായിട്ട് പറയുകയാണ്, സർവ്വലോകത്തിൽ എന്ന പോലെ നിങ്ങളുടെ അടുക്കൽ സുവിശേഷം എത്തി. നിങ്ങളുടെ അടുക്കൽ എപ്പോഫ്രാസിലൂടെയാണ് നിങ്ങൾ സുവിശേഷം കേട്ടത്. നിങ്ങൾ വെറുതെ ഇരിക്കുകയല്ലായിരുന്നു, സുവിശേഷം നിങ്ങൾ കേട്ടു. ഇന്ന് ദൈവം നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ അനുസരിച്ച് ഉടൻ തന്നെ തീരുമാനമെടുക്കും. നാളെ ആകട്ടെ എന്ന് പറഞ്ഞ് ഫെലിക്സിനെ പോലെ മാറ്റിവെക്കില്ല. ഇന്ന് ദൈവം നമ്മോട് പറയുന്നത് എന്താണെന്ന് ഞാനും നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് അതിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനം എടുത്തിട്ട് നമ്മൾ പോവുകയുള്ളൂ. അവിടെ നിന്ന് എഴുന്നേൽക്കുകയുള്ളൂ. നിങ്ങൾ ഇരിക്കുന്നിടത്തുനിന്ന് അതിന്റെ അർത്ഥം നിങ്ങൾ കേട്ടു എന്നുള്ളതാണ്. ക്ലാസ് കഴിഞ്ഞ് നോട്ട്ബുക്ക് മടക്കി വെച്ചിട്ട് ഷേക്കാൻ കൊടുത്ത് കടന്നു പോകുന്നതല്ല. സുവിശേഷം കേട്ടിട്ടുണ്ടെങ്കിൽ, വചനം കേട്ടിട്ടുണ്ടെങ്കിൽ, വചനം ഇന്ന് കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ ദൈവം ഇന്ന് എന്നോട് എന്തോ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ദൈവം വെറുതെ സംസാരിക്കില്ല. ദൈവം ഇന്ന് എന്നെ വിളിച്ചു വരുത്തി അവിടെ നിൽക്കുക, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ടെന്ന് വഴിമത്തി പറയുന്ന പോലെ എന്നോടൊന്നൊരു കാര്യം ദൈവം പറയുന്നുണ്ടെങ്കിൽ എന്നിൽ എന്തോ ഒരു മാറ്റം ദൈവം ആഗ്രഹിക്കുന്നു. എനിക്കിപ്പോൾ സമയമില്ല. നമ്മൾ തിരിച്ചു പോകുമ്പോൾ ദൈവം ഇനി ഞാൻ നിന്നോട് സംസാരിക്കില്ല. നീ ഓടി നടക്കും. നിന്റെ വിശപ്പിനി അപ്പത്തിന് എൻ്റെ വചനത്തിലെ, പക്ഷെ നിനക്ക് കിട്ടില്ല. നീ എത്ര ഓടിയാണെന്ന് നിനക്ക് വചനം പഠിക്കാൻ പറ്റില്ലേ? ഞാൻ പറഞ്ഞിട്ട് പിടിച്ച് നിർത്തിയിട്ട് അവിടെ നിന്ന് കേൾക്കാൻ പറഞ്ഞിട്ട് നീ കേൾക്കാൻ താല്പര്യം കാണിച്ചില്ല. ഇനി നീ കേൾക്കണ്ടെന്ന് പറയും. സദസ്സുവാക്യം 1-ലുണ്ട്, പഴയമത്തിലുണ്ട്. നിങ്ങളുടെ വിശപ്പ് അടങ്ങില്ല. അത് വളരെ പ്രധാനമാണ്. ഇവിടെ പറയുന്നത് കൊലോസ് സഭയിലും ആ സുവിശേഷം എത്തി. എപ്പോഫ്രാസിലൂടെയാണ് സുവിശേഷം കടന്നെത്തിയത്. നിങ്ങളുടെ അടുക്കലും എത്തി. എന്നിട്ട് പറയുന്ന പ്രയോഗം ഇതാണ്: നിങ്ങൾ ദൈവകൃപയെ യഥാർത്ഥമായി കേട്ടറിഞ്ഞ നാൾ മുതൽ. മറ്റ് പ്രാദേശിക ഇടവകൾ എന്ന പോലെ ഇവിടെയും കൊലോസ് സഭയും ഫലം കായ്ക്കുകയാണ്. ഫലം വർദ്ധിച്ചു വരികയാണ്. നമ്മുടെ ഇതിൽ ആത്മീയ വളർച്ചെന്ന് അതിന്റെ തോത് നടന്നു നോക്കണം. 2 വർഷം മുമ്പ് വചനം പഠിക്കാനുള്ള താല്പര്യം എനിക്ക് ഇപ്പോഴുണ്ടോ? പണ്ട് എൻ്റെ പ്രാർത്ഥനയുടെ അതേ വാക്കുകളും പ്രയോഗങ്ങളുമാണ് ഇപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നത്. ദൈവത്തിലുള്ള എൻ്റെ പരിജ്ഞാനം വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രാർത്ഥനയുടെ വാക്കുകൾ മാറും. ദൈവത്തിന്റെ ആത്മീയ ആഴങ്ങളിലേക്ക് ഞാൻ എത്തി നോക്കിയിട്ടുണ്ടെങ്കിൽ, വചനത്തിലൂടെ ആ മർമ്മങ്ങൾ എനിക്ക് പഠിക്കാനും പരിശോധിക്കാനും അറിയാനും സാധിച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് എൻ്റെ പ്രാർത്ഥനയുടെ വാക്കുകൾ മാറും. ഞാൻ കൂടുതൽ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലും. അതനുസരിച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ പഠിക്കും. ഞാൻ പ്രാർത്ഥിച്ച് അനുഭവത്തിലെത്തും. നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയിൽ മാറ്റമുണ്ടോ? 20 വർഷം മുമ്പ് പ്രാർത്ഥിച്ച അതേ പ്രയോഗങ്ങൾ തന്നെയാണ് ഇപ്പോഴും. ചിന്തിക്കേണ്ടതാണ്, ശ്രദ്ധിക്കേണ്ടതാണ്, പരിശോധിക്കേണ്ടതാണ്. ഇവിടെ ഫലം കായ്ക്കുക മാത്രമല്ല, ഫലം വർദ്ധിച്ചു വരും. മറ്റുള്ളവരുമായി അത് പങ്കുവെക്കുകയാണ്. പല ചെടിയിൽ ഫലം കായ്ച്ചു കിടക്കുന്നത് അവിടെ തന്നെ വീണിങ്ങനെ ചീഞ്ഞു പോകാനല്ല, അത് അനേകർ പറിച്ചു കൊണ്ടുപോയി ഉപയോഗിക്കുകയാണ്. കർത്താവിന്റെ വചനം ഓരോ അംഗങ്ങളും മറ്റുള്ളവർക്ക് പകർന്നു നൽകുന്നതിലൂടെയാണ് ഇടവകകൾ അഭിവൃദ്ധി കൈവരിക്കുന്ന നമ്മൾ ഇതിനകം കണ്ടു. നമ്മളിൽ തന്നെ കിടക്കാൻ പാടില്ല. നഷ്ടപ്പെട്ടു വന്ന അനേകം നമ്മുടെ ചുറ്റുമുണ്ട്. അവരിലേക്ക് നമ്മുടെ ജീവിതത്തിന്റെ ഫലങ്ങൾ, ക്രിസ്തു എന്ന ഫലം നമ്മൾ അവരിലേക്ക് എത്തിക്കണം. ഇപ്പൊ നമ്മളും വളരും, സഭയും വളരും. വിത്ത് വിതയ്ക്കാതെ വിളവ് പ്രതീക്ഷിക്കാൻ പറ്റില്ല. വിത്ത് വിതയ്ക്കണം, വിളവുണ്ടാകണമെങ്കിൽ. സഹോദരി എന്നോട് എന്താ ചെയ്യുന്നത്? അതെ, അവിടെ നിന്ന് ഞാൻ കുറച്ച് കിഴങ്ങ് പറിക്കാൻ പോകുന്നത്. കിഴങ്ങ് നട്ടായിരുന്നു? ഇല്ല. കിഴങ്ങ് നടാതെ എന്തിനാ കിഴങ്ങിന് വേണ്ടി തോണ്ടുന്നത്? കിഴങ്ങിന്റെ വിത്തോടെ നടണ്ടേ?
വിത്ത് വിതയ്ക്ക് എങ്ങനെ വിളവുണ്ടാകും? ശൂന്യമായ നിലത്തിൽ വിത്ത് വിതച്ചില്ലെങ്കിൽ കളകൾ വളരും, ഒരു വിളവുണ്ടാകില്ല. കൊലോസ്യ ദേശത്ത് വിത്ത് വിതച്ച് എപ്പഫ്രാസിലൂടെയാണ് വിത്ത് വിതച്ച് പൗലോസ് എല്ലാം നമ്മൾ കണ്ടു. അതിപ്പോൾ ഫലം പുറപ്പെടുവിക്കുക. അപ്പോസ്തലൻ സാക്ഷ്യപ്പെടുത്തുക, നിങ്ങളുടെ ഇടയിൽ ഫലം. നമ്മൾ ഇപ്പോൾ വിത്ത് വെച്ചിട്ട് 10 വർഷം കഴിഞ്ഞിട്ടായിരിക്കും വ്യക്തിയുടെ ജീവിതത്തിൽ ഫലങ്ങൾ ഉണ്ടാകുന്നത്. 10 വർഷത്തിന് മുമ്പ് നമ്മൾ വചനം സംസാരിച്ച ട്രാക്ട് കൊടുത്ത ദൈവനം ഫോണിലൂടെ നമ്മൾ അറിയിച്ചൊരു വ്യക്തിയെ ഇപ്പോഴാണ് അത് മനസ്സിലാക്കി മാറ്റം വരുന്നത്. കേൾക്കുന്ന വചനത്തിന്റെ യഥാർത്ഥമായ ബോധ്യം ഒരിക്കലും കേൾക്കുന്ന സമയത്ത് ഉണ്ടാകില്ല. അതിന് അനുകൂലമായ ജീവിത സാഹചര്യങ്ങൾ ദൈവം ക്രമീകരിച്ചു തരും. നമ്മൾ കേൾക്കുന്ന വചനത്തിന്റെ യഥാർത്ഥമായ അർത്ഥം, പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ്, നോളജ് കിട്ടാൻ ഒരു സാഹചര്യം കൂടെ ദൈവം ഉണ്ടാക്കി തരും. വിത്ത് വിതയ്ക്കാൻ പറഞ്ഞു, വലയിറക്കാൻ പറഞ്ഞു അവരോട്. നിങ്ങൾ കേട്ടത് അനുഭവിക്കണമെങ്കിൽ വലയെ നിറക്കി നോക്കും. കർത്താവ് യേശുവിടെ നടുവിൽ നിന്ന്, ശിഷ്യന്മാരുടെ നടുവിൽ നിന്ന് സംസാരിക്കുമ്പോൾ വിശ്വാസത്തെക്കുറിച്ച്, ദൈവത്തെക്കുറിച്ച്, പ്രപഞ്ചത്തിന്റെ നാഥനായ ദൈവത്തെക്കുറിച്ച് സംസാരിച്ചിട്ട് പറഞ്ഞു, നീ വലയിറക്കാൻ പറഞ്ഞു. രാത്രി മുഴുവൻ അധ്വാനിച്ച് അവരെ സംബന്ധിച്ച് അവരുടെ കണക്കൂട്ടുകളിൽ ഒന്നും കിട്ടിയില്ല. എല്ലാം ശൂന്യമാണ്, പൊള്ളയാണ്. കാൽക്കുലേറ്റർ വെച്ച് അടിച്ചു നോക്കിയിട്ട് വട്ടം പൂച്ചി. യേശുവിന്റെ വചനം കേട്ടതിന് ശേഷം അവരോട് പറഞ്ഞു, നിങ്ങൾ വലയിറക്കാൻ പറഞ്ഞു. വലയിറക്കി. അവിടെ വല കൊണ്ട് നിൽക്കുന്നില്ല, അവിടെ കണക്കൂട്ടുകൾക്ക് അപ്പുറമായിരുന്നു. അത് പ്രാക്ടിക്കൽ ലെസണാണ്. നമ്മൾ കേൾക്കുന്ന എല്ലാ വചനത്തിലും പ്രാക്ടിക്കലുണ്ട്. കോളേജിൽ സയൻസ് ലാബിൽ നമുക്ക് പ്രാക്ടിക്കൽ ലെസൺസ് ഉണ്ട്. ബയോളജിക്കുണ്ട്, കെമിസ്ട്രിക്കുണ്ട്, എല്ലാത്തിനും, ഫിസിക്സിന് എല്ലാത്തിനും ഉണ്ട് പ്രാക്ടിക്കൽ. പുതിയ എല്ലാ ലേഖനങ്ങൾക്കും പ്രാക്ടിക്കൽ ഭാഗമുണ്ട്. നമ്മൾ കേൾക്കുന്ന വചനത്തിനനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ പരിശോധനയുടെ സമയമുണ്ടാകും. അന്നേരം പരിശോധിക്കപ്പെടും, നിങ്ങൾ കേട്ടോ, ഞാൻ കേട്ടോ എന്നുള്ളത്. ഞാൻ കേട്ടതനുസരിച്ച് ഫലം കായ്ക്കാൻ ഒരു ചെറിയ മാറ്റമെങ്കിലും വരുത്താൻ ശ്രമിച്ചാൽ ദൈവം നമ്മളെ ഹെൽപ്പ് ചെയ്യും. ദൈവം ഹെൽപ്പ് ചെയ്യില്ല. നമ്മളും കൂടെ ചിലത് ചെയ്യണം. ബാക്കി ദൈവം ചെയ്ത് ചിന്തിക്കുന്നതിലും പ്രവർത്തിക്കുന്നതിലും ദൈവമല്ലോ തിരുവള്ളമുണ്ടായി. ഇപ്പോൾ കൊലോസ് സഭയിലുള്ളവർ അവരുടെ അടുക്കൽ സുവിശേഷം എത്തി, അവരത് സ്വീകരിച്ച് അവിടെ ഫലം കായ്ക്കുകയാണ്. വളർത്തുന്ന ദൈവമാണ് എപ്പോഴും. ഒരാൾ തന്നെ എത്ര ശ്രമിച്ചാലും വളരില്ല, ദൈവം വളർത്തണം. അത് ഓരോ കൊരിന്തിലേഖനത്തിൽ പറയും. ഇവര് ദൈവകൃപ യഥാർത്ഥമായി കേട്ടറിഞ്ഞു. സുവിശേഷം എന്ത് ശ്രദ്ധിക്കുക, സുവിശേഷം ഇത് വളരെയധികം നമ്മൾ ചിന്തിക്കുക. നമ്മൾ കേൾക്കുന്ന സമയത്ത് ഇതിന്റെ ആഴം മനസ്സിലാകില്ല. നമ്മൾ ട്യൂബ്ലൈറ്റ് പോലെയാണ്, കുറെ ആഴമായിട്ട് ചിന്തിക്കേണ്ടി വരും. സുവിശേഷം എന്ത് എന്ന് ഗ്രഹിച്ചതിന് ശേഷമാണ് അത് മറ്റുള്ളവരോട് പങ്കുവെച്ചത്. നമ്മൾ മറ്റുള്ളവരോട് പങ്കുവെക്കുമ്പോൾ, സഹോദരി എങ്ങനെയാണ് സാമ്പാർ ഇത്ര രുചിയോടുകൂടി ഉണ്ടാക്കുന്നത് എന്ന് പറയുമ്പോൾ ആ സഹോദരി പറഞ്ഞു തരും എങ്ങനെയാണ്. അത് പറയുന്ന മുഴുവൻ കേൾക്കാതെ ഓടിപ്പോയി സാമ്പാർ വെച്ചാൽ കഴിക്കും. സുവിശേഷം മറ്റുള്ളവരോട് നമ്മൾ പങ്കുവെക്കുന്നതിന് മുമ്പ് എന്താണ് ഈ സുവിശേഷം എന്ന് ഞാൻ അറിയണം. I should know very well what is this gospel is all about. ഇതുവർക്ക് കിട്ടി ഈ ഭാഗ്യം. നിങ്ങൾ കേട്ടറിഞ്ഞ വാക്കിലേക്ക് വരും. സമയം കിട്ടില്ലേ? നമ്മൾ കേൾക്കും, പക്ഷെ അറിയുന്നില്ല. നമ്മൾ എത്ര ഉള്ള പ്രസംഗം കേട്ടാൽ ആ പ്രസംഗത്തിന്റെ ഉള്ളടക്കം, അന്തസത്ത നമുക്ക് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. പ്രസംഗം കേട്ടു, നല്ല പ്രസംഗം, വേറെ ഇത്ര നല്ല പ്രസംഗം ഞാൻ കേട്ടിട്ടില്ല. എന്താണ് പ്രസംഗ വിഷയം? ആ വിഷയത്തിന്റെ അന്തരാർത്ഥം എന്താണ്? എൻ്റെ ജീവിതമായിട്ട് അതിനുള്ള ബന്ധം എന്താണ്? ഇത് അനേകർ വചനം കേൾക്കുന്നത് അങ്ങനെയല്ല. ഇത് പലരും പിന്നീട് ചോദിച്ചാൽ, 2 ദിവസം കഴിഞ്ഞ് ചോദിച്ചാൽ പോലും ശൂന്യമാണ് മനസ്സ്. സുവിശേഷം എന്ത് എന്ന് ഗ്രഹിച്ചതിന് ശേഷമാണ് ഈ സഹോദരങ്ങൾ അത് മറ്റുള്ളവരുമായി പങ്കുവെച്ചത്. അതായത് ദൈവകൃപയുടെ സുവിശേഷം ക്രിസ്തീയ ജീവിതത്തിന്റെ തുടക്കത്തിൽ തന്നെ അവർ ഉൾക്കൊണ്ടു. സുവിശേഷം എന്താണെന്ന് ആരംഭത്തിൽ തന്നെ കേട്ട് അറിഞ്ഞ നാൾ മുതൽ. കേട്ടത് ഞാൻ വാസ്തവത്തിൽ അറിയുകയാണ്. I now know, I understand what I am listening. ഞാൻ കേൾക്കുന്നത് ഞാൻ അറിയുന്നു. പലരും കോളേജ് സ്കൂളിൽ പഠിക്കുന്ന പോലെ പരീക്ഷ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് അത് കഴിയുമ്പോൾ കപ്പലട്ടിക്കാരൻ കൊണ്ടുപോകും കെമിസ്ട്രിയുടെയും ഫിസിക്സിന്റെ ടെക്സ്റ്റ് ബുക്ക്. പിന്നെ അവർക്കത് ആവശ്യം. ദൈവം അങ്ങനെയല്ല പഠിക്കേണ്ടത്. അവരത് ഉൾക്കൊള്ളുകയാണ്. അത് തുടക്കത്തിൽ തന്നെ അതിന് കൃപ ലഭിച്ചു. ക്രിസ്തീയ ജീവിതം ആരംഭിക്കുന്നതും തുടരുന്നതും നിലനിൽക്കുന്നതുമെല്ലാം ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ടാണ്. ക്രിസ്ത്യൻ ലൈഫ് ബിഗിൻസ്, കണ്ടിന്യൂസ് ആൻഡ് സസ്റ്റെയിൻ ചെയ്യുന്നത് ഇൻ ദ ഗ്രേസ് ഓഫ് ഗോഡ്. ആരംഭത്തിൽ അവർ പഠിച്ചു,
ദൈവകൃപയുടെ ആവശ്യം. നമ്മൾ പാട്ട് പാടിയിട്ടുണ്ട്, കൃപ കൃപ കൃപ, ദൈവകൃപയിൽ ആശ്രയിച്ചു. പക്ഷെ കൃപ എന്താണെന്ന് ഇതുവരെ പഠിച്ചിട്ടില്ല. കൊലോസ്യരുള്ളവരോട് പറഞ്ഞു, നിങ്ങൾ ദൈവകൃപയെ കേട്ട് അറിഞ്ഞ നാൾ മുതൽ. അതുകൊണ്ടാണ് ഫലം കാഴ്ച. വിത്ത് ആഴത്തിലേക്ക് പോയി, ഉൾനട്ടു വിത്ത്. ക്ലാസ് കഴിഞ്ഞിട്ട് അല്പനേരം പോയിരുന്ന് അതിനെക്കുറിച്ച് ധ്യാനിച്ച് പ്രാർത്ഥിച്ചു. ആ വിത്ത് ഭദ്രമായി എനിക്ക് കിട്ടിയ സമ്പാദ്യമായ ഉപനിധിയാണ് വിത്തെന്ന് പറഞ്ഞ് അതിനെ സംരക്ഷിച്ച് നിലനിർത്താൻ അല്പം ശ്രമമെടുത്ത് നേരെ ചെന്ന് റിമോട്ട് ഇട്ട് കയറുമ്പോൾ തന്നെ റിമോട്ട് സോഫയിൽ നിന്ന് റിമോട്ട് പൊക്കി എടുത്തുകൊണ്ട് ഓൺ ചെയ്തില്ല, കൂത്ത് കാണാൻ. അങ്ങനെയാണെങ്കിൽ ആ വിത്ത് ഉടൻ കൊണ്ടുപോകും. അല്പനേരം ചിന്തിച്ച്, എന്താ ഞാൻ കേട്ടത്? ഞാൻ കേൾക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നുണ്ടോ? എൻ്റെ ജീവിതത്തിന് വേണ്ടതല്ലേ ദൈവം എന്നോട് പറഞ്ഞത്? അതാണ് നേരത്തെ പറഞ്ഞ വാക്ക് 2 തിമോത്തിയോസ്. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസ്യമാകിയാൽ ദൈവത്തിന് മനുഷ്യൻ സകല സൽപ്രവർത്തികൾക്ക് വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടത്. ശാസനത്തിനും കുടികളുടെ നീതിയുടെ അഭ്യാസനത്തിനും അത് പ്രയോജനമുള്ളത്, പ്രോഫിറ്റബിൾ. ലോകത്തിലെ റിമാർക്കബിൾ ബുക്കാണ് ബൈബിൾ. ദ മോസ്റ്റ് പ്രോഫിറ്റബിൾ ആൻഡ് റിമാർക്കബിൾ ബുക്ക് ഇൻ ദ വേൾഡ്. ദൈവത്തിന്റെ വിശുദ്ധ സ്ക്രിപ്ചേഴ്സ്. നമുക്ക് വേണ്ടത് വചനമാണ്. പാപികളായ മനുഷ്യർ എഴുതിയ വിശ്വോത്തര ക്ലാസിക്കുകളുടെ പിന്നാലെ അരിഞ്ഞു തിരിയുന്ന ഭ്രാന്തന്മാരുടെ ലോകത്തിൽ നമുക്ക് വേണ്ടത് ദൈവവചനമാണ്. അത് പഠിക്കാനും കേൾക്കാനും ആലോചിക്കാനും ചിന്തിപ്പാനും ധ്യാനിപ്പാനും മനുഷ്യന് സമയമില്ല. അത് നാളെ ജീവിതത്തിൽ അതിൻ്റെ പ്രത്യാഘാതമുണ്ടാകും. ഇവർ കേട്ടറിഞ്ഞ നാൾ മുതൽ അത് ഫലം കായ്ക്കുകയാണ്. ഇപ്പൊ കൃപ എന്ന ആശയം, ആ വാക്ക് ഉപയോഗിക്കാതെ തന്നെ നമുക്കറിയാം, പാപബോധനത്തിനായി ക്രിസ്തു ക്രൂസിൽ ത്യാഗമായി തീർന്നത് വിവരിച്ചുകൊണ്ട് പ്രസ്താവിക്കുന്നതാണ് കൃപ. മത്തായിയുടെ സുവിശേഷത്തിലും മർക്കോസിന്റെ സുവിശേഷത്തിൽ കൃപ എന്ന വാക്ക് പോലും കാണില്ല. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ കൃപ എന്ന വാക്കിന്റെ ഉപകാരം എന്ന വാക്ക് മാത്രമേ കാണാൻ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കാം. യോഹന്നാന്റെ പുസ്തകത്തിന്റെ ആരംഭത്തിൽ മാത്രമേ കൃപയെക്കുറിച്ച് പറയുകയുള്ളൂ. 14-16 വാക്യങ്ങളിൽ ന്യായപ്രമാണം മോശ മുഖാന്തരം വന്നു, കൃപയും സത്യം ക്രിസ്തു മുഖാന്തരം വന്നു. ഒരു പോയിന്റ് പറഞ്ഞു അവസാനിപ്പിക്കട്ടെ. ആ പോയിന്റ് അടുത്ത പ്രാവശ്യം ഞാൻ വെക്കുന്നില്ലെങ്കിലും ആ കേട്ടറിഞ്ഞെന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം അടുത്താഴ്ച വീണ്ടും ആവർത്തിക്കും. ഞാൻ എത്ര ആവർത്തിച്ചാലും പഠിക്കണമെന്നില്ല. പക്ഷെ ഒരു അധ്യാപന നിലയിൽ എൻ്റെ ഉത്തരവാദിത്വം മാത്രമാണ് വീണ്ടും ഓർമ്മിപ്പിച്ചുണർത്തുക. പത്രോസ് പറയും, നിങ്ങൾ കേട്ടതാണ്, ഒരിക്കൽ കേട്ടതാണ്, 2 പ്രാവശ്യം കേട്ടതാണ്, 3 പ്രാവശ്യം കേട്ടതാണ്. പക്ഷെ മനുഷ്യനെ കുറിച്ച് അറിയുന്ന എനിക്ക് നന്നായിട്ട് അറിയാം, നിങ്ങൾക്കും അറിയാം. ഒരു മനുഷ്യനും 1 പ്രാവശ്യം പറഞ്ഞാലൊന്നും കേൾക്കില്ല. ഇരിക്കുന്ന അന്തരീക്ഷത്തിൽ വേറെ ഏതൊക്കെയോ ചിന്തയിലും ആലോചനയിലും സമ്മിശ്രണമായിട്ടുള്ള വൈകാരിക സമ്മർദ്ദത്തിലും ഇരിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ച് ദൈവന്റെ ആത്മതലങ്ങളിൽ ഇടപെടുന്ന ആത്മീക സത്യങ്ങളൊന്നും അവൻ അതേപോലെ തന്നെ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും ഗ്രഹിക്കാനും ഒന്നും കഴിവില്ല. അപ്പോൾ വീണ്ടും ഓർമ്മിപ്പിച്ചുണർത്തേണ്ടത് ആവശ്യമാണ്. ഇവിടെ അടുത്ത പ്രാവശ്യം വീണ്ടും ഇത് ആവർത്തിക്കും. ഇവിടെ കേട്ടറിഞ്ഞത വാക്ക് അണ്ടർസ്റ്റുഡ്, എപ്പിക് നോട്ട് എന്ന ഗ്രീക്ക് വാക്കാണ്. 2 യവന വാക്കുകളുടെ സംയുക്തമാണ്. എപ്പി എന്ന് പറഞ്ഞാൽ അപ്പോൾ, നോസിസ് എന്ന് പറഞ്ഞാൽ നോ. സോ നോ അപ്പോൺ എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥമാക്കുക ബുദ്ധിപരമായ ഒരു കാര്യം അറിയുക, ഗ്രഹിക്കുക എന്നല്ല അർത്ഥം. എനിക്ക് വിദ്യാഭ്യാസമുണ്ട്, ഹൈ നോളേജ് ഉണ്ട്, എഡ്യൂക്കേഷനായിട്ട് നല്ല ഹൈ ഡിഗ്രി ഉണ്ട്, അതുകൊണ്ട് ഈ പറയുന്ന കാര്യം ബുദ്ധിപരമായി ഇന്റലക്ച്വലായിട്ട് ഐ അണ്ടർസ്റ്റാൻഡ് എന്നല്ല വാക്കിന്റെ അർത്ഥം. വിദ്യാഭ്യാസത്തിന്റെ അനുഗ്രഹമാണ് പറയുന്നത്, മനസ്സിലായി. അതല്ല ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കേട്ടറിഞ്ഞു എന്ന് പറയുമ്പോൾ നോട്ട് ജസ്റ്റ് ഇന്റലക്ച്വൽ അണ്ടർസ്റ്റാൻഡിങ്. അണ്ടർസ്റ്റാൻഡിങ് സംതിങ് ഇന്റലക്ച്വൽ. പിന്നെന്താണിത്? പൂർണ്ണമായ അറിവ്. ഇംഗ്ലീഷ് പറയും നോയിങ് കംപ്ലീറ്റ്ലി ബിക്കോസ് ഓഫ് ടീച്ചിങ് ആൻഡ് എക്സ്പീരിയൻസ്. ദൈവകൃപ എന്താണെന്ന് വചനം നൽകി തന്നിരിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അനുഭവത്തിലൂടെ ദൈവകൃപ എന്താണെന്ന് നിങ്ങൾ കേട്ട് അറിഞ്ഞവരാണ്. ഇറ്റ്സ് ബൈ നോയിങ് കംപ്ലീറ്റ്ലി പൂർണ്ണമായ അറിവ്. ഒരു വിഷയത്തെ പൂർണ്ണമായ അറിവ്. ബൈബിൾ എല്ലാ വിഷയവും പൂർണ്ണമായ അറിവാണ്. പൂർണ്ണമായ അറിവ് അതെങ്ങനെ? വചന പഠനത്താലും അത് ജീവിതത്തിന്റെ അനുഭവത്താലും. ഒരാൾക്ക് യോഗ്യതയില്ലാത്ത പാപിയായ എൻ്റെ ജീവിതത്തിൽ ദൈവം ഇന്നും കൃപയിൽ എന്നെ താങ്ങി നിർത്തുന്നുവെന്ന് അനുഭവത്തിലൂടെ എനിക്ക് മനസ്സിലായി. എന്റെ കൃപ നിനക്ക് മതി എന്ന ക്ലാസ്സിലൂടെ പൗലോസിന് മനസ്സിലായി. കൃപയുടെ അർത്ഥം എന്താണ്? ഞാൻ നിൽക്കുന്നത് ദൈവകൃപയിലാണ്. എൻ്റെ ജീവിതത്തിന്റെ റെക്കോർഡ് പരിശോധിച്ചാൽ എന്നെ തീച്ചുളയിൽ പോകേണ്ടവനാണ്. ഞാൻ നിൽക്കുന്നത് കൃപയിലാണ്.
കേട്ടറിഞ്ഞ നാൾ. അപ്പോസ്തലൻ പറയുന്നത് ഒരു അടിസ്ഥാന വസ്തുത, ബേസിക് കൺസെപ്റ്റ് പൂർണ്ണമായി ഉൾക്കൊള്ളുന്നതിനെ കുറിച്ചാണ്. റീച്ചിങ് എ ഫുൾ കോംപ്രിഹെൻഷൻ ഓഫ് എ ബേസിക് കൺസെപ്റ്റ്. ഒരു അടിസ്ഥാന വസ്തുത, ആത്മീയജീവിതത്തിന്റെ അടിസ്ഥാന വസ്തുതയാണ് കൃപ. അത് മനസ്സിലാക്കണം. ഇവിടെ എല്ലാവരുടെയും ധാരണ എനിക്കിത് മനസ്സിലാക്കണം. എന്താ കൃപ? അർഹതയില്ലാത്ത അംഗീകാരം. അതതിൻ്റെ അർത്ഥമാണ് വാക്കിൻ്റെ. കൃപ എന്തെന്ന് അനുഭവിച്ചിട്ടില്ല. കൃപ കേട്ട് അറിഞ്ഞ്, അത് കേൾക്കണം, ബൈ ടീച്ചിങ്, പിന്നെ അത് അനുഭവിക്കണം. ബാക്കി ദൈവം നമ്മളെ സഹായിക്കട്ടെ. അടുത്ത ക്ലാസ് നമുക്ക് ചിന്തിക്കാം. ഈ ക്ലാസ്സുകൾ നഷ്ടപ്പെടുത്തുന്നവരെ കുറിച്ച് നമ്മൾ പ്രാർത്ഥിക്കും. കൃപയെക്കുറിച്ച് അറിയാൻ കിട്ടുന്ന അവസരങ്ങൾ നഷ്ടപ്പെടുത്തി കളയുമ്പോൾ നമ്മുടെ ജീവിതം എങ്ങനെ നിലനിൽക്കും? പ്രാർത്ഥിക്കാം. സേത്തൊരു വാക്ക് പ്രാർത്ഥിക്കാൻ ശേഷം പ്രാർത്ഥിച്ച